ഐ എം നോട്ട് എ സെലിബ്രിറ്റി. സെലിബ്രിറ്റികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ എം നോട്ട് എ സെലിബ്രിറ്റി. ഞാൻ എപ്പോഴും ആ പഴയ രഞ്ജിമാർ തന്നെയാണ്. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. കാരണം അവർ ഓൾറെഡി ബോളിവുഡിലെ കുറേ പേരുകേട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ റൂമും അഡ്വാൻസും എല്ലാം പേ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ 7 ഫംഗ്ഷനും എൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. ഐ ആം സോ പ്രൗഡ് മൈസെൽഫ് ഫോർ ആൾവേസ്. എനിക്ക് ഇവരെല്ലാം ഓരോ യൂണിവേഴ്സിറ്റികളാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്ക് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് മമത മോഹൻദാസ്, പ്രിയാമണി, ഭാവന, രമ്യ നമ്പീശൻ, റിമി ടോമി, അങ്ങനെ നിരവധി പേര്. അമേസിങ് പ്രോഡക്റ്റ്, അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് പ്രോഡക്റ്റ്. അച്ചോട്ട് ഞാനത് ആരതിയുടെ മാറ്റം കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഓ മൈ ഗോഡ്. മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. മനസ്സിലായി? ഓറഞ്ച് എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. അലോവേര എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. കുക്കുമ്പർ എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. കാപ്പിപ്പൊടി എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. തൈര് എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. ബട്ട് എന്തായാലും ഇത് നമ്മൾ 1 ടൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ റിയാക്ഷൻ അറിയുള്ളൂ. ആ ഒരു ജെൻഡർ വൈവിധ്യം എന്നെ പലയിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഞാനും ഒരു ബോംബെ തെരുവിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ജീവിക്കുന്ന ഒരാളായി മാറുമായിരുന്നു. എനിക്കങ്ങനെ വീണ് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു നിധിയാണെന്ന് വേണം പറയേണ്ടത് എൻ്റെ ഈ ഒരു ഫീൽഡ്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജിമാരാണ്. നമസ്കാരം രഞ്ജു ചേച്ചി. നമസ്കാരം. ചേച്ചി സാധാരണ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി. അപ്പം അതിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഐ തിങ്ക് ഒരു ബ്രൈഡൽ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു മുഖമുദ്ര പതിപ്പിക്കാൻ സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരം സൃഷ്ടിച്ചു തന്ന ഒരു ബ്രൈഡായിരുന്നു ഇപ്പം ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ ആരതി പിള്ള. രവി പിള്ള സാറിൻ്റെ മകള് ഡോക്ടർ ആരതി പിള്ള. എനിക്ക് തോന്നുന്നു 11 വർഷങ്ങളായി. 2015 ആണ് ആ കല്യാണം നടന്നത്. അപ്പം 11 വർഷത്തെ ഞാനൊന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഐ എം സോ പ്രൗഡ് മൈസെൽഫ്. ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത്, എവിടെ ആയിരുന്നു എന്നുള്ളത്. താങ്ക് യു ആരതി, താങ്ക് യു സോ മച്ച്. കാരണം ആരതി പിള്ള അന്ന് എന്നെ റിജക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ ആ ട്രയൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഒരു ബ്രൈഡൽ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മേ ബി അന്നത്തെ ആ കാലഘട്ടത്തിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും എന്നോട് ഒരുപാട് സ്നേഹത്തോടു കൂടി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം ആ ഒരു ബ്രൈഡൽ മേക്കപ്പിന് കേരളത്തിൽ നിന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അവർ പരിഗണിച്ചില്ലായിരുന്നു. അവരെല്ലാം ബോളിവുഡിൽ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ആയിരുന്നു ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അവസാന നിമിഷം ഒരു എന്തോ എനിക്കറിയില്ല, ഒരു അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ, അത് ഞാൻ എപ്പോഴും കാണുന്നത് ലേഖ ചേച്ചിയാണ്, MG ശ്രീകുമാർ സാറിൻ്റെ വൈഫ്. ലേഖ ചേച്ചി വഴിയാണ് ഞാൻ ആ ഒരു മേക്കപ്പ് ട്രയൽ ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കൂ എന്ന് ലേഖ ചേച്ചി ഒന്ന് നിർബന്ധം പറയുകയും അങ്ങനെ ലേഖ ചേച്ചിയുടെ വാക്കിന് തള്ളണ്ട എന്നുള്ള രീതിയിൽ അവരെനിക്കൊരു ട്രയലിനുള്ളൊരു അവസരം തരികയും ചെയ്തു. ഞാൻ ആ ട്രയൽ മേക്കപ്പ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് ആരതിയുടെ മെസ്സേജ് എനിക്ക് ഫുള്ള് വരുന്നത്. ഇത്രയും ദിവസത്തെ ഫങ്ഷൻസുകളുണ്ട്, ടൈമും വെന്യൂവും എല്ലാം. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. കാരണം അവർ ഓൾറെഡി ബോളിവുഡിലെ കുറേ പേരുകേട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും
ഹോട്ടൽ റൂമും അഡ്വാൻസും എല്ലാം പേ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ 7 ഫംഗ്ഷനും എൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ടേണിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു 11 വർഷങ്ങൾക്ക് മുമ്പ്. അതിനു മുമ്പ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ഒരുപാട് സെലിബ്രിറ്റികളുടെ മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കല്യാണ മേക്കപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരതിയുടെ വെഡ്ഡിങ് ആയിരുന്നു എന്നെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള അത് ആ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് എ സെലിബ്രിറ്റികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ എം നോട്ട് എ സെലിബ്രിറ്റി. ഞാൻ എപ്പോഴും ആ പഴയ രഞ്ജിമാർ തന്നെയാണ്. ചേച്ചി ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചേച്ചിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എന്നെ സംബന്ധിച്ച് വെല്ലുവിളികൾ എൻ്റെ ജെൻഡർ തന്നെയായിരുന്നു. ആ ഒരു ജെൻഡർ വൈവിധ്യം എന്നെ പലയിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. എനിക്ക് ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോകാനോ എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുവാനോ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പല വേദികളിൽ നിന്ന് എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ വെല്ലുവിളികളെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയാണ് ഈ തൊഴിലെന്ന് തിരിച്ചറിവാണ് ഒരുപക്ഷെ ആ വെല്ലുവിളികളെയൊക്കെ എനിക്ക് നേരിടാൻ കഴിഞ്ഞത്. അങ്ങനെ എനിക്ക് നേരിടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും ഒരു ബോംബെ തെരുവിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ജീവിക്കുന്ന ഒരാളായി മാറുമായിരുന്നു. എനിക്ക് അങ്ങനെ വീണ് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു നിധിയാണെന്ന് വേണം പറയേണ്ടത് എൻ്റെ ഈ ഒരു ഫീൽഡ്. അപ്പോൾ ആ വെല്ലുവിളികളെയൊക്കെ ഞാനൊരു എന്താ പറയുക ആസ് യൂഷ്വൽ ആ രീതിയിൽ തന്നെ നേരിട്ടു. ബട്ട് എന്നാലും ആ ഒരു ജെൻഡർ വൈവിധ്യം എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ചേച്ചി എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ, അതായത് ഇപ്പം എന്താ പറയുക, അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ വെല്ലുവിളിയൊക്കെ മറികടന്ന് വന്ന ഒരാളാന്ന് പറയുമ്പോൾ ചേച്ചിക്ക് തന്നെ ഒരു അഭിമാനമാണ്. ഐ ആം സോ പ്രൗഡ് മൈസെൽഫ് ഫോർ ആൾവേസ്. എനിക്കത് എപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ സ്വന്തമായിട്ട് പ്രൗഡ് ചെയ്യുന്ന ഒരാളാണ്, സ്വന്തമായി ലവ് ചെയ്യുന്ന ഒരാളാണ്, സ്വന്തമായി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, സ്വന്തമായി കെയർ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം എന്നെ ചീത്ത പറയും, എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കും, ഞാൻ എന്നോട് പിണങ്ങിയിരിക്കും, ഞാൻ എന്നിൽ അഭിമാനിയാണ്, അതെല്ലാം ഉണ്ട്. ബട്ട് എന്നാലും നമ്മൾ ജീവിതത്തിൽ നേരിട്ട കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാകുമല്ലോ. അതെപ്പോഴും നമ്മളെങ്ങനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഫീൽഡ് പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്താണ്? അങ്ങനെ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഐ എം നോട്ട് എ മോട്ടിവേഷൻ, ഐ എം നോട്ട് എ ഇൻഫ്ലുവൻസർ. ഞാനിത് രണ്ടുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച പാഠങ്ങളാണ് ഞാൻ പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരാളുടെ മുമ്പിൽ എനിക്കത് പറയുന്നതിന് യാതൊരു മടിയുമില്ല. എനിക്ക് ഒളിച്ചു വെക്കാനായിട്ടൊന്നും തന്നെയില്ല. അപ്പം ജീവിതത്തിൽ എപ്പോഴും പകച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മൈ കമ്മ്യൂണിറ്റി. അപ്പം അവരോടെല്ലാം ഞാൻ പറയുന്നത്, വി ഹാവ് ടാലൻറ്റ്, വി ഹാവ് കാലിബർ, വി ഹാവ് സ്കില്ല്. നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പോളിഷ് ചെയ്യണം. അങ്ങനെ പോളിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് വരാൻ കഴിയുള്ളൂ. അതർവൈസ് എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് 10 പ്രാവശ്യം ചിന്തിച്ചാൽ 11ാമത്തെ പ്രാവശ്യം നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഞാനത് ഓരോ കുട്ടികളോടും പറയുന്നത്, കമ്മ്യൂണിറ്റിയിലും മാത്രമല്ല എല്ലാവരോടും പറയുന്നത്. ഇപ്പോൾ എനിക്ക് വരുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്ന കുട്ടികളോടൊക്കെ ആണെങ്കിലും, ഇപ്പം എൻ്റെ കോസ്മെറ്റോളജി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. എൻ്റെ അക്കാഡമിയിലെ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ആ പുതിയ വേർഡുകൾ ഉച്ചരിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ മിസ്സേ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പിന്നെയും പോയിട്ട് മിസ്സേ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ 3-4 ദിവസം ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വരുവാണ്. പക്ഷെ ഞാൻ അവിടെ എല്ലാം ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുവിധം തല്ലുകൊടുത്തും
വഴക്ക് പറഞ്ഞും സ്നേഹിച്ചും ഒക്കെ ഞാൻ അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതം അവിടെ സ്റ്റോപ്പ് ആവുമായിരിക്കും. ഒരു നിമിഷത്തെ ചിന്താഗതിയാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളെ മാറ്റിമറിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ പോകാനുള്ളവരല്ല നമ്മൾ. അതെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നിലനിൽക്കവേ നമ്മൾ എന്തിനാണ് ബാക്കപ്പ് ആവുന്നത്? നമ്മളതിനെ പിടിക്കണം, തിരിച്ച് പിടിക്കണം. അപ്പോൾ അത് ഓരോരുത്തരും, ഈവൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഈച്ച് ആൻഡ് എവരി വൺ. ചേച്ചി ഇപ്പോൾ പ്രിയാമണി മുതൽ മമത മോഹൻദാസ് വരെയുള്ള എല്ലാവരുടെയും ഒരു ഫേവറിറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരൊക്കെ ചേച്ചിക്ക് നൽകുന്ന ഒരു പിന്തുണ അതെങ്ങനെയാണ്? അത് എന്താ പറയുക, എനിക്ക് ഇവരെല്ലാം ഓരോ യൂണിവേഴ്സിറ്റികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്ക് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് മമത മോഹൻദാസ്, പ്രിയാമണി, ഭാവന, രമ്യ നമ്പീശൻ, റിമി ടോമി, അങ്ങനെ നിരവധി പേര്, ശ്വേത ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സ്പാർക്കുകളാണ്. അപ്പോൾ അവരുമായിട്ടുള്ള സമ്പർക്കം എനിക്ക് ഒരുപാട് അറിവുകൾ നേടിത്തന്നിട്ടുണ്ട്. അപ്പം ഓരോരുത്തരെയും ഞാൻ ഓരോ സ്പേസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ഗോസിപ്പുകളല്ല സംസാരം, ഞങ്ങൾക്കിടയിലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഞങ്ങൾക്ക് എപ്പോഴും വരുന്നത്. അപ്പം മമതയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ ജീവിത രീതികൾ ഇതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പ്രിയ ചേച്ചിയാണെങ്കിൽ ബിസിനസ് ഓറിയൻറ്റഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബയ്യായുമായിട്ടുള്ള ആ ഒരു ബിസിനസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഭാവനയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്യുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. രമ്യ നമ്പീശനാണെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അങ്ങനെ റിമി ടോമി ആണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ഞങ്ങൾ. അപ്പം ഇവരെല്ലാവരും എനിക്ക് ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു. അവിടെ നിന്നെല്ലാം ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചേച്ചി ഇപ്പം മേക്കപ്പിന് പുറമെ ഡിസൈനിങ്ങിലും ഫാഷനിലും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. അപ്പം ഭാവിയിൽ ചേച്ചിയുടേതായിട്ടൊരു ബ്രാൻഡ് അത് ഉണ്ടാവുമോ? അങ്ങനെ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും? ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ സ്കിൻ കെയർ തുടങ്ങിയത് വളരെ ലേറ്റായിട്ടാണ്. അത്രയും ഡാമേജ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നത്. ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% ഡാമേജ് ആയി പോയ ഒരു സ്കിന്നാണ്. അവിടെ നിന്ന് ഞാൻ അതിനെ തിരിച്ച് പിടിച്ച് ഞാൻ ഇവിടം വരെ ഒരു 65-70% എൻ്റെ സ്കിന്നിനെ ഞാൻ ബെറ്ററാക്കി. ഇനിയുണ്ട് ബെറ്ററാക്കാനായിട്ട്. അപ്പോൾ അതിലേക്കുള്ള എൻ്റെ ജേണി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിതാ ബെസ്റ്റ് പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ തുടങ്ങിയിട്ട് ഇത്രയും കാലങ്ങളായിട്ടുണ്ടെങ്കിലും ഞാൻ പല 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 പ്രോഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈ എൻഡ് പ്രോഡക്റ്റുകൾ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഐ തിങ്ക് ഒരു 7 to 8 days ആയിട്ടുള്ളൂ ഡോക്ടർ ആരതി പിള്ളയുടെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടും അമേസിങ് പ്രോഡക്റ്റ്. അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് പ്രോഡക്റ്റ്. ടച്ചൗട്ട് അത് ഞാനത് ആരതിയുടെ മാറ്റം കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഓ മൈ ഗോഡ്, 2015 ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ നാണം കുണുങ്ങിയിരുന്ന ഒരു ഡോക്ടർ ആയിരുന്ന പെൺകുട്ടി ഇന്ന് സൗത്ത് കൊറിയയിൽ പോയിട്ട് ഡെർമറ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾക്കൊരു 14 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള മെലാനിനുകളും കൊളാജിനുകളും ഒക്കെ നശിക്കാൻ തുടങ്ങും. മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ഹൈ എൻഡ് ആവും. ആ മെലാനിൻ പ്രൊഡക്ഷൻ ഹൈ എൻഡ് ആയി നമുക്ക് കൊളാജിൻ എല്ലാം നമുക്ക് നശിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ഏജ് കാരണം. അപ്പം ഇതിനെയൊക്കെ നമുക്ക് സ്കിന്ന് ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്, റിങ്കിൾസ് വരാൻ സാധ്യതയുണ്ട്, സാഗിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണത്.
അപ്പം ഭയങ്കര ഞാനൊരു എന്താ പറയുക, ഞാൻ അതിൻ്റെ ഒരു ഫാനായി മാറി. പണ്ടൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾക്ക് കൊളാബ് ചെയ്യുന്ന ആളായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് അതിന് പറ്റുന്നില്ല, കൊളാബ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം സത്യസന്ധമായിട്ടൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ എനിക്കതിന് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അതുപോലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് RRൻ്റെ പേരിൽ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി ഇപ്പോൾ പ്രോഡക്ട്സിൻ്റെ കാര്യം പറയാലോ, സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ. നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണോ അപ്പോൾ നമുക്ക് നല്ല മേക്കപ്പ് ചെയ്യാൻ പറ്റും അങ്ങനൊരു ടോക്ക് ഉണ്ടല്ലോ? പക്ഷേ അതാണോ, അതായത് നല്ല ലുക്ക് കിട്ടാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടോ? എക്സ്പെൻസീവിൻ്റെ അല്ല, അതിനകത്തൊരു ഫാക്ടറുണ്ട്. വില കുറഞ്ഞ പ്രോഡക്റ്റും വില കൂടിയ പ്രോഡക്റ്റും അതിനകത്തൊരു ഫാക്ടറുണ്ട്. ഒന്ന് ബ്രാൻഡ്, സെക്കൻഡ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസുകൾ, അത് നമ്മൾ എവിടുന്ന് അതിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും. ഇപ്പം ഒരു 4 പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ 4 ഒരിടത്ത് തന്നെ ആയിരിക്കും മാനുഫാക്ചറിങ് ചെയ്യുന്നത്, ബട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അതർ കൺട്രീസുകളിലായിരിക്കും. അതുകൊണ്ടായിരിക്കും മെയ്ഡ് ഇൻ കൊടുക്കുന്നത്, ജർമ്മനി, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ കൊറിയൻ എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കുറച്ചുകൂടി ഗുണനിലവാരം ഉള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഒരിക്കലും വിലക്കുറവ് എന്നതല്ല, വില കൂടുതലോ വിലക്കുറവോ എന്നുള്ളതല്ല, ഞാൻ അതിൽ നോക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ സ്കിൻ കെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കെമിക്കൽസുകൾ അതിനകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ വില കൂടും, ചിലപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കാം. ഇപ്പോൾ അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർക്ക് എന്താ പറയുക, ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ മഞ്ഞൾ അതുപോലത്തുള്ള ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ സ്കിന്നിനെ കെയർ ചെയ്യാം? അല്ല, സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. അതെ, മനസ്സിലായി. ഓറഞ്ച് എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല, അലോവേര എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല, കുക്കുമ്പർ എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല, കാപ്പിപ്പൊടി എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല, തൈര് എല്ലാ സ്കിന്നുകൾക്കും സൂട്ടബിൾ അല്ല. ബട്ട് എന്തായാലും ഇത് നമ്മൾ 1 ടൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ റിയാക്ഷൻ അറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പ്രോഡക്റ്റാണ് സൂട്ടബിൾ ആകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പല സ്കിൻ കെയറിൻ്റെ ഹോം റെമഡികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ റെമഡികൾ ചിലയിടങ്ങളിൽ ചില ആൾക്കാരെ കാണുമ്പോൾ എന്നോട് പറയാറുണ്ട് നല്ല റിസൾട്ടായിരുന്നു. അപ്പം മേ ബി അവരുടെ സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആയിട്ടുണ്ടാവും, ചിലർക്ക് സൂട്ടബിൾ ആയിട്ടുണ്ടാവില്ല. ഈവൻ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ഒരു സ്കിന്നിലേക്ക് നമ്മൾ കൊണ്ടുപോയി പിന്നെ ഓറഞ്ചും ഒക്കെ മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പം പുകച്ചിലുണ്ടാകും. അപ്പോൾ അത് പിന്നെയും കൂടുതൽ സെൻസിറ്റീവ് ആകും. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 10 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ അറിയാം, ഇറിറ്റേഷനോ അല്ല റെഡ്നെസ്സോ ഇച്ചിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ചേച്ചി, ഇപ്പോൾ ഈ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഒരു മേക്കപ്പ് ലുക്ക്, ഒരു നല്ലൊരു മേക്കപ്പ് ലുക്ക് വേണം. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രൊഡക്ട്സ് വെച്ച് അങ്ങനെ ഒരു നല്ലൊരു മേക്കപ്പ് ലുക്ക്? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു പ്രൈമറാണ്. നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈമർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക പ്രൈമറുകളും ഓൾ സ്കിൻ ടൈപ്പിലുള്ള പ്രൈമറുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം നമ്മൾ. ഉടനെ എല്ലാം അങ്ങ് വൺ ബൈ ആയിട്ട് ചെയ്യരുത്. ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് അത് നമ്മുടെ സ്കിന്നെ ഒന്ന് പിടിച്ച് സെറ്റായി, അതിനുശേഷം നമ്മളൊരു പ്രൈമർ ആപ്ലിക്കേഷൻ കൊടുത്ത് ദെൻ നമ്മുടെ സ്കിൻ കറക്റ്റർ ഉണ്ട്, ആ സ്കിൻ കറക്റ്റർ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മിക്ക ഇറങ്ങുന്ന റെപ്യൂട്ടഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളിൽ അണ്ടർടോൺ കറക്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷനുകളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് റെഡ് കറക്റ്ററോ ഗ്രീൻ കറക്റ്ററോ യെല്ലോ കറക്റ്ററോ ഓറഞ്ച് കറക്റ്ററിൻ്റെ ആവശ്യമില്ല. ബട്ട് സം സ്കിന്നുകൾക്ക് അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് കുറേ പ്രോഡക്റ്റുകൾ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു മിനി ബാഗിനകത്ത് ഒരു മോയ്സ്ചറൈസർ, ഒരു പ്രൈമർ, ഒരു കളർ കറക്റ്ററിൻ്റെ ചെറിയ പാലറ്റ്, ഒരു ചെറിയ ഫൗണ്ടേഷൻ, ഒരു മസ്കാര, ഒരു 4 ഷെയ്ഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ്, ഒരു ഐ പെൻസിൽ, ഒരു ഐബ്രോ പെൻസിൽ, ഒരു ലിപ് ലൈനർ, ഒരു ലിപ്സ്റ്റിക്ക്, ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മറ്റൊരാളുടെ മുഖത്ത് പരീക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ ആധികാരികമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം മോള് തന്നെ ആണെങ്കിലും നന്നായിട്ട് ലൈറ്റ് ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ണിൻ്റെ മുകളിലൊന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ലൈനർ കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ആ ലിപ് ഷേപ്പ് ഒന്നും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടും. അപ്പം മോൾ എന്താണോ മോളുടെ ലിപ്പ് അതുപോലെയാണ് മോൾ ചെയ്തിരിക്കുന്നത്. അതിനെ ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ അറിവ് കിട്ടുന്നത് നല്ലതായിരിക്കും.